ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കൂൾ കുട്ടിക്ക് അവധിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് വീട്ടിലിരുത്തി ബോറടിപ്പിക്കാതെ എങ്ങോട്ടേലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടന് കുറച്ച് സമയം ഫ്രീ കിട്ടിയതുകൊണ്ട് നമ്മളോട് റെഡി ആയിരിക്കാമെങ്കിൽ ലുലുമാളിൽ കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ ജിംറൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ലുലുമാള്. ഇങ്ങനെ ഓരോ സ്ഥലം പറയാറുണ്ട്, അതിനകത്ത് ലുലുമാള് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. വേറൊന്നും കൊണ്ടല്ല, കളിക്കാനൊക്കെയുള്ള സാധനങ്ങൾ അവിടെ കുറേ ഉണ്ടല്ലോ പിള്ളേരുടെ. അപ്പോൾ അതിലൊക്കെ കയറി ആൾക്ക് കളിക്കണം, അതാണ് അവിടെ ഇഷ്ടപ്പെടാനുള്ള കാരണം. ഒന്ന് കഴിഞ്ഞ് ഒന്ന് കയറുക, അങ്ങനെ അങ്ങനെ കുറേ ഇങ്ങനെ അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലും ഒക്കെ ആയിട്ട് കുറേ കളിപ്പാട്ടങ്ങളും സാമഗ്രികളും റൈഡുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ കയറി ഇറങ്ങി നടക്കുക, അതാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം. മിക്കപ്പോഴും ലുലുമാളിൽ പോകണമെന്നും പറഞ്ഞ് വേളം വെക്കാറുണ്ട്. അങ്ങനെ വാശി പിടിക്കുന്നതല്ല, ആൾക്ക് പറഞ്ഞാൽ മനസ്സിലൊക്കെ ആകും. നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, ലുലുമാളിൽ കൊണ്ടുപോകണം മമ്മി എന്നൊക്കെ പറയാറുണ്ട്. നമുക്കങ്ങനെ എപ്പോഴും പോകാനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് അവധിയൊക്കെ കിട്ടിയതുകൊണ്ട് അവിടം വരെ പോയിട്ട് വരാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമുക്ക് പോയി കണ്ട് ചെറുതായിട്ട് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാം അല്ലേ. എനിക്കങ്ങനെ കറക്റ്റ് സ്ഥലമോ പോകുന്ന വഴിയിലെ സ്ഥലങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ദൂരോട്ട് നോക്കി ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 100 വട്ടം പോയ സ്ഥലമാണേലും പിന്നെ ചോദിച്ചാൽ അറിയത്തില്ല, കുന്തം വിഴുങ്ങിയതിൻ്റെ കൂട്ടി ഇങ്ങനെ ഇരുന്നോളൂ എന്നൊക്കെ പറയാറുണ്ട് എന്നെ. അതൊന്നും നമുക്ക് പ്രശ്നമല്ല, എന്നാലും ഈ സ്ഥലം പഠിക്കില്ല കേട്ടോ. അതിപ്പം വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്ഥലങ്ങളെല്ലാം പഠിക്കും. നമ്മുടെ ജിംറൂട്ടിന് ഇവിടെ ഇരുന്ന് നല്ല മേളമാണേ. എൻ്റെ കൈ ഷെയ്ക്ക് ആകുന്നുണ്ട്, ക്യാമറ ഷെയ്ക്ക് ആകുന്നുണ്ട് കേട്ടോ. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് പതിയെ പോട്ടെ. നമ്മൾ ലുലുമാളിലെത്തി. എങ്ങനെയുണ്ട്? എന്ത് രസമല്ലേ, ഇങ്ങോട്ട് കയറുമ്പോഴേ എന്താ സന്തോഷം. ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. എപ്പം പോയെന്ന് പറഞ്ഞാലും ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് എന്തോ ഒരു പുതുമ പോലെ, ആദ്യമായിട്ട് പോകുന്ന ഒരു ഫീലിങ്സാണ്. അതുപോലത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് പോകാനും. അവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും, സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും അല്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ കേട്ടോ. എത്ര പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നു, എന്നിട്ടും ഞാൻ ഓർക്കുന്നത് എന്തോരോ ആൾക്കാരാണ് ഇവിടെ ഈ വരികയും പോവുകയും ചെയ്യുന്നതല്ലേ. എന്തോ തിരക്കാ അകത്തെല്ലാം. ഈ തിരക്ക് കാണാനൊരു രസം തന്നെയാണ്. അതാണ് ഇവിടോട്ട് പോകാനുള്ള എല്ലാവരുടെ ഇഷ്ടമെന്ന് തോന്നുന്നു. ഓരോ പ്രായത്തിലുള്ളവർക്കും അവിടെ വന്ന് ഈ തിരക്കിനിടയിൽ കൂടെ ഒക്കെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പ്രാവശ്യം ലുലുമാളിൽ വന്നപ്പം എനിക്കൊരു അബദ്ധം കൂടെ പറ്റി കേട്ടോ, അത് ഞാൻ പറയാവേ. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അത്, ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം കേട്ടോ. ഇങ്ങനൊരു അവസരത്തിൽ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ എൻ്റെ ഈ അനുഭവം പറഞ്ഞാലേ ഇവിടുത്തെ സ്റ്റാഫ് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ, കാണുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ, ഈ വീഡിയോ കാണുന്നവർക്ക്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇനി നമുക്ക് അകത്തോട്ട് നടന്നു പോകാമെന്ന്. ജിംറൂട്ടൻ ഇവിടെ ജിംറൂട്ടൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വണ്ടിയിലാണ് ജിംറൂട്ടൻ്റെ യാത്ര. ജിംറൂട്ടൻ വണ്ടിയുമായിട്ട് ജിംറൂട്ടി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്, രണ്ടുപേരും. ഭയങ്കര സന്തോഷമാണ് ജിംറൂട്ടിക്ക്. ജിംറൂട്ടിന് പിന്നെ ഇതെന്താണെന്നും അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ ലിഫ്റ്റിൽ കൂടെ നമുക്ക് ആദ്യം തന്നെ ജിംറൂട്ടിക്ക് കളിക്കാനുള്ളിടത്തോട്ട് അങ്ങ് പോകാം, അതായിരിക്കും നല്ലത്. ഇവിടെ കണ്ടോ, കുഞ്ഞിക്കിളികളെയൊക്കെ വെച്ചിട്ടുണ്ട് വിൽക്കാനാണേ. എല്ലാ കുഞ്ഞിക്കിളികളും ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. നമ്മുടെ ജിംറൂട്ടി ഓടാൻ തുടങ്ങി. ഭയങ്കര ഓട്ടവും ചാട്ടവും എന്ന് വേണ്ട, ഇനി കാണാം നമുക്ക്. നമ്മളപ്പം ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ നിറച്ച ആൾ, നമുക്ക് അപ്പുറം വശത്തോട്ട് പോയി നോക്കാം. ആൾ കുറവുള്ളതിൽ കയറാം. വണ്ടിയുണ്ടല്ലോ.
അവിടെ നമ്മൾ വിചാരിച്ചു ലിഫ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എവിടെ അങ്ങ് ഇറങ്ങുമെന്ന്. ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ, എല്ലാവരും മുകളിലോട്ട് പോകാനുള്ളവരായിരുന്നു. എന്തായാലും നമ്മളും കയറി അതിനകത്തെ. ചിമ്മിറുട്ടിക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്, ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് വാവയ്ക്ക്. അങ്ങനെ നമുക്ക് ലിഫ്റ്റിൽ കയറാം. എന്തൊക്കെയായാലും ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാനാണേലും അല്ലെങ്കിലും നമ്മളിവിടെ വന്ന് ഇങ്ങനെ വെറുതെ നിന്നാൽ മതി, നമുക്ക് വെറുതെ ഒരു നേരം പോക്ക്, മൈൻഡ് റീഫ്രഷ് ആവും. വാവ ഇരുന്നിരുന്നിരുന്ന് വണ്ടി പിന്നെ കിടപ്പായി കേട്ടോ. ഇപ്പോഴേ ക്ഷീണമായിട്ടുണ്ടാക്ക്. ഇനി നോക്കാം, ഓരോ സാധനങ്ങളുടെ പാട്ടും മ്യൂസിക് ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ആൾ ചാടി എഴുന്നേറ്റോളും. ഇവിടെ കാർഡ് വേണമല്ലോ, അപ്പം നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട്. ഓരോ സാധനങ്ങളിലൊക്കെ റൈഡിലൊക്കെ കയറാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്തതാണേ. അതിന് മുമ്പൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല, കാരണം ചിമ്മിറുട്ടി കുഞ്ഞതായിരുന്നു. ഇപ്പം അന്ന് അതിൻ്റെ ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. വെറുതെ എല്ലാത്തിലും ഓടിക്കളിച്ച് കയറിയിരുന്നാൽ മതി എന്ന് ഓർത്തു. ഇപ്പം ഇച്ചിരി അറിവായപ്പം കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. കാർഡ് എടുത്തു. അപ്പം ഓരോന്നിലും കയറാമെന്ന് കരുതി കയറുവാണ് ആളെ. നമ്മുടെ ചിമ്മിറുട്ടൻ ഇപ്പോഴും കിടന്ന് തന്നെ നോക്കുവാണ് ഇതെന്തുവാണെന്നൊക്കെ. ഇപ്പം തുടങ്ങും ഇനി ബഹളം. അവർ രണ്ടുപേരും അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കും കേട്ടോ. പാവച്ചൻ ചാർജ് ആയിട്ടുണ്ട് കേട്ടോ, എഴുന്നേറ്റിട്ടുണ്ടേ. അങ്ങനെ ജിമ്മിറൂട്ടിനെ കൂടെ ഇതിനകത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ടേ. ആളെന്തോ വലിയ ആലോചനയില്ല കേട്ടോ, എന്തോ വലിയ ചിന്തയില്ല. എന്തായാലും ഈ ചിന്ത കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മ്യൂസിക് നിൽക്കും, വണ്ടി നിൽക്കും. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കേട്ടോ, ഇനി അടുത്തതിൽ കയറാൻ ജിമ്മിറൂട്ടി ഓടി നടപ്പുണ്ട്. ഏതിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനാണ് ആൾക്ക്. ഇതിനകത്ത് കയറിയിട്ട് കാർഡ് ഇട്ടിട്ട് ഓൺ ആക്കിയപ്പോഴേക്കും ചെവി അടിച്ചു പോയെന്ന് തോന്നുന്നു. ജിമ്മിറൂട്ടിയുടെ ചെവി പൊത്തിപ്പിടിക്കുന്നുണ്ട്. മ്യൂസിക്കിൻ്റെ ഭയങ്കര സൗണ്ടാണേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ഈ ഒരു ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. മുകളിലോട്ട് ഇങ്ങനെ പതിയെ കൊച്ചു പിള്ളേരല്ലേ, അപ്പം എന്തായാലും അവർക്ക് പേടിക്കുന്ന രീതിയിലൊന്നും അല്ലാതെ മുകളിലോട്ട് പോവുക, പിന്നെ പതിയെ താഴോട്ട് വരിക, കറങ്ങി നല്ല രസമുണ്ട് ഇത്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടത്. നമ്മുടെ വാവാച്ചന് ഒരു ബലൂണ് കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഇതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്, ആ ബലൂണും പിടിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഇതുവഴി എല്ലാം ഓടി നടന്ന് 5-6 തവണ വീണും അങ്ങനെയൊക്കെ ഇരുന്നേനെ. ഈ ഒരു റൈഡ് കണ്ടോ, ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് തല കറങ്ങുന്നുണ്ട്. ഞാനിതിൻ്റെ വീഡിയോ എടുക്കാൻ കാരണം പിള്ളേരെല്ലാം അതിനകത്തിരുന്ന് ഭയങ്കര ഒച്ചയാണ് വെക്കുന്നത്. ഓരോരോ സാധനങ്ങൾ അല്ലേ, എന്തൊരു ഭംഗിയാണ്. ഞാൻ കുറേ മാളുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഈ പിള്ളേരുടെ സെക്ഷൻ്റെ ഈ ഭാഗമൊക്കെ ഇത്ര ഭംഗിയുള്ള ഓരോ റൈഡുകൾ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ പോയിട്ടുള്ളത്. ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് ആണെങ്കിലുമേ എല്ലാം ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ കുട്ടികളെ ആകർഷിക്കാനും എല്ലാ ഭാഗങ്ങളും അങ്ങനെ തന്നെ മറ്റുള്ളവരെ നല്ലോണം അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബസ്സിലെ മിനി ബസ് ഇത് എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ ജിമ്മിറൂട്ടി കുറേ നേരം ഇരുന്ന് കളിക്കുന്ന ബസ് ഇതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം അത് കേടായിട്ടിരിക്കുമായിരുന്നു കേട്ടോ, അതുകൊണ്ട് അതിനകത്ത് കയറി വെറുതെ ഇരുന്നു, കാർഡിടാൻ പറ്റിയിട്ടില്ല.
നല്ല നല്ല മ്യൂസിക്കൊക്കെ ആ ബസ്സിനകത്തുണ്ട്. അത് കാരണം ജിംറൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദ വീൽസ് ആൻഡ് ദ ബസ് ഗോ റൗണ്ട്. ഈ പിള്ളേരുടെ കുഞ്ഞു പിള്ളേരുടെ നേഴ്സറി റിതംസൊക്കെ ഇല്ലേ, അത് കാർഡിട്ടില്ലേലും ആ ബസ്സിനകത്ത് ആ മ്യൂസിക് ഇങ്ങനെ ഉണ്ട്. അത് കാരണം അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനകത്തൊന്നും മാറത്തില്ലായിരുന്നു, ആ ഒറ്റ എണ്ണത്തിൽ മാത്രമേ ഇരിക്കത്തുള്ളായിരുന്നു. അപ്പം ഞങ്ങളെപ്പോഴും പറയും എല്ലാത്തിലൂടെ കയറുമെന്നൊക്കെ പറയുമായിരുന്നു. മൊത്തത്തിൽ എല്ലാ വണ്ടിയിലും മ്യൂസിക് ഉണ്ടല്ലോ, കാർഡിട്ടില്ലേലും മ്യൂസിക് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഈ പ്രാവശ്യം മ്യൂസിക്കും ഇല്ല, ഒന്നുമില്ല. കേടാന്ന് തോന്നുന്നു. നമ്മുടെ വാവച്ചനെ ഇതിലോട്ട് ഇരുത്തിയപ്പം ആദ്യം കരയുന്നുണ്ട് കേട്ടോ. ഇപ്പം പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി കരച്ചിൽ മാറി ചിരി വരും. അത് നല്ല മ്യൂസിക്കാണേ. മ്യൂസിക് വന്നപ്പോഴേക്കും ആൾക്ക് കരച്ചിൽ മാറി. അടുത്ത പാവക്കുട്ടിയുടെ സെക്ഷനിൽ വന്ന് ഈ പാവക്കുട്ടിയുടെ ഇവിടെ വന്നിട്ട് നമ്മൾ കാർഡ് വെച്ചിട്ടാണല്ലോ അതെടുക്കുന്നത്. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഒരു മനുഷ്യന് പോലും ഇതേലൊരു പാവക്കുട്ടി എടുക്കാൻ പറ്റുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വെറുതെ കാർഡ് വെച്ചിട്ട് പൈസ പോവുക തന്നെ. കുറേ പേരിങ്ങനെ ശ്രമിക്കുന്ന കണ്ടെടുക്കാനേ, പക്ഷെ ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ ജിംറൂട്ടിയോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. ഇത് അങ്ങനെ കിട്ടുന്നതല്ല, പൈസ കൊടുത്താൽ അങ്ങനെ മേടിക്കാൻ പറ്റുന്നതല്ല എന്നൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും നമ്മൾ അവിടുന്ന് ജിംറൂട്ടിയും കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ചിക്കിങ്ങി വന്ന് എന്തെങ്കിലും കഴിക്കുക. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ KFCയിലാണ് പോകുന്നത്. എല്ലാ പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം ഇതുപോലെ ചിക്കിങ്ങി വന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം KFC വന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചിക്കിങ്ങിലോട്ട് പോരുന്നേ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കാം. നമ്മുടെ ജിംറൂട്ടി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആളാണേ. അപ്പോൾ എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാതിരിക്കത്തില്ല. അപ്പം നമുക്ക് കഴിക്കാം. ഞാനിത് വാഷ്റൂം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈ കഴുകിയിട്ട് വരാം. നമ്മൾ ഓർഡർ ചെയ്തത് വരുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ ആൾക്ക് കൊടുത്തു. ചിക്കനൊക്കെ ഉണ്ടായിട്ട് ഒരാൾക്ക് വേണ്ടുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ്. കണ്ടോ, എന്തോ ചെയ്യാനെന്ന് പറ. വേറെ ഏതെങ്കിലും കുട്ടികളായിരുന്നെങ്കിൽ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് കഴിച്ചു തരാം. ഇത് ഫ്രഞ്ച് ഫ്രൈസ് മതിയാക്ക്. ചിക്കൻ പീസിൽ പുറത്തെ പൊടിയൊക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, കഴിച്ച് നോക്കുന്നുണ്ട് ആൾ. അപ്പം നമുക്കിത് പതിയെ ഇരുന്ന് കഴിക്കാം അല്ലേ. കഴിക്കുന്നതിന് മുമ്പേ ഞാനിതൊക്കെ ഒന്ന് സൂം ചെയ്തെടുക്കുകയാണേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് KFCന്ന് കഴിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇവിടെ എന്തോ എനിക്ക് ചിക്കിങ്സിലെ ഇത് എനിക്കങ്ങോട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല, കഴിച്ചു. പക്ഷേ ടേസ്റ്റ് എനിക്ക് തോന്നിച്ചത് KFCയിലെ ചിക്കനാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ മേല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പലർക്കും പല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എൻ്റെ ടേസ്റ്റ് KFC ചിക്കനാണ് കേട്ടോ. അതും ഇതും ഞാൻ താരതമ്യം ചെയ്ത് പറഞ്ഞതാണ്, അല്ലാതെ ഈ ചിക്കിങ്സിലെ ഇതിന് ടേസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതും നല്ല ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ്. പക്ഷേ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് KFC ആണെന്നാണ് പറഞ്ഞത്. ഇതും ആ കൂട്ടത്തിലുള്ളതാണ്.
ക്യാബേജാണെന്ന് തോന്നുന്നത്. ക്യാബേജ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട്, എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. മധുരം ഉണ്ടായിരുന്നു. പിന്നെ ബണ്ണുണ്ട്. പിന്നെ ഒരു ബർഗർ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചിമ്പ്രൂട്ടി കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പെപ്സിയും കിട്ടിയിട്ടുണ്ട്. കോംബോ ആയിരുന്നു, പക്ഷേ അതിനകത്ത് ബർഗറില്ല. ബർഗർ തീരെ ചെറുതാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലൊക്കെ ചെറുതാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഈ ചിക്കിങ്സിൽ ഇച്ചിരി വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത്രയും വിലയ്ക്ക് KFCയിൽ ഇതിനും ഇച്ചിരി കോംബോയും നല്ല കോംബോയും കാണും എന്നൊക്കെ എനിക്ക് തോന്നി. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, എൻ്റെ മാത്രം അഭിപ്രായം. നമ്മുടെ വാവച്ചൻ നല്ല ഒന്നാന്തരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ചെയ്ത് ഡ്രൈവിങ് കൂടുതലായി കഴിഞ്ഞപ്പം സാര ചെന്ന് ചെറുതായിട്ടൊന്ന് മുട്ടിയേ. അപ്പം പിന്നെ ഞങ്ങളും കൂടെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അല്ലെ ആൾ പിന്നെ അവിടെ ഇരുന്ന് തുള്ളും, മുകളിൽ ചെന്ന് തലയിടിക്കും. ഈ വിമാനത്തിലൊന്നും കയറിയില്ലായിരുന്നു കേട്ടോ. ഇതിലൊക്കെ അങ്ങനെ കയറി നമ്മുടെ ചിമ്പ്രൂട്ടിനെയും കയറ്റിയിരുത്തിയിട്ടുണ്ട്. ആൾ പക്ഷേ ശ്രദ്ധ വേറെ എങ്ങോട്ടോ ആണ്. മുകളിൽ കൂടെ പുറവശത്തൂടെ മുകളിൽ നമ്മുടെ റൈഡുണ്ട് ട്രെയിനിൻ്റെ. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ് ആൾ. അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കണം. ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര സൗണ്ടും പിള്ളേരുടെ ബഹളവുമാണ്. അത് കാരണം ആൾക്ക് അത് കണ്ടാൽ മതി. കണ്ടോ ഇവിടെ ഇരിക്കുന്ന ഇതെന്ത് വന്നു പോലും ശ്രദ്ധിക്കുന്ന ആൾ എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് നോക്കുവാണേ. അത് കാരണം ഞങ്ങൾ അതിൽ നിന്ന് എടുത്തു. ലിഫ്റ്റിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ അവിടെയും കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നത്. ബോളൊക്കെ കുറേ കൂട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ജിംബ്രൂട്ടി കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടെ പോകണമെന്ന് പറയാറുണ്ട്. ഇന്നേ വരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പിള്ളേരുടെ കളിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോരുമായിരുന്നേ.
അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ജിംറൂട്ടിക്ക് എക്സലേറ്റർ കയറണം. നമ്മൾ വാവാച്ചൻ്റെ വണ്ടി ഉള്ളത് കാരണം നമുക്ക് എക്സലേറ്റർ കയറാൻ പറ്റാത്തത് കൊണ്ട് ലിഫ്റ്റിലാണ് വന്നത്. അപ്പം ജിംറൂട്ടിക്ക് ഇതേ കയറണം. അങ്ങനെ ഞങ്ങൾ വെറുതെ അങ്ങോട്ട് കയറി താഴെ ഇറങ്ങി. ജിംറൂട്ടി കുത്തനെ ഉള്ളതിൽ വന്നപ്പോൾ എനിക്കൂടെ പേടി. ഞാനപ്പം ഇരുത്തി അവിടെ. ജിംറൂട്ടി കുത്തനെ അങ്ങനെ കാല് തെറ്റി വീഴുമോ എന്നോർത്ത് അവിടെ അങ്ങ് ഇരുത്തി സ്റ്റെപ്പേലേ. സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്ക് കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളെ, ടിന്നില്ലേ അങ്ങനത്തെ ടൈപ്പ്, പിന്നെ കുക്കറ്, അടുക്കള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഓഫറിലുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓഫർ ഒക്കെ. ഞാനിതെല്ലാം ചെന്ന് നോക്കുവാണ്. ഒന്നുമേ മേടിക്കുന്നില്ല കേട്ടോ. ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല റേറ്റാണ്. എന്തായാലും ഞാനിതൊക്കെ കണ്ട് പോവാം കേട്ടോ. ഞാനിതെല്ലാം വീഡിയോ എടുക്കുവാണേ. അപ്പോഴാണ് വീഡിയോ എടുത്തെടുത്ത് പോകുന്ന വഴിക്ക് നമ്മുടെ ജിംറൂട്ടി ഒന്ന് സ്റ്റക്കായിപ്പോയി കേട്ടോ. ഇപ്പം കാണാം. ഓരോ പാത്രങ്ങൾ നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ്. ഇത് കളിപ്പാട്ടമാണ്. അതിന് വേണ്ടി അവിടെ ഇത് കണ്ടു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് എക്സിറ്റിൻ്റെ അവിടെയാണ് ഇത് ഇരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പം അവിടുന്ന് പോരുന്നില്ല കേട്ടോ. ഞാൻ പോലും കണ്ടില്ല. ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് എനിക്കിത് കണ്ടിട്ട് മനസ്സിലായില്ല. എന്താ പിള്ളേരുടെ ഒരു കാര്യം, അതിന് കണ്ട ഉടനെ മനസ്സിലായതാണ്. ഞാനത് ശ്രദ്ധിച്ചു പോലും ഇല്ല എന്താന്ന്. ഇതിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന ലക്ഷണമില്ല കേട്ടോ. എനിക്കിത് വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. പപ്പയെ വിളിക്കുവാണ് വാങ്ങിക്കൊടുക്കാനും. പപ്പ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. മിക്കവാറും ഇത് എൻ്റെ തലയിലിരിക്കുമെന്ന് തോന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞ് പപ്പയെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് മാറുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് പപ്പയെന്ന് വിളിക്കുന്നുണ്ട്. ലാസ്റ്റ് വെളിയിലോട്ട് വിളിക്കാൻ ഇപ്പോൾ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് തിരിച്ചു പോരുന്നത്. ഇനിയിപ്പം ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം. ലുലു മാളിൽ വന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ഞാൻ 8th മന്ത് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് നമ്മുടെ ജിംറൂട്ടനെ ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ ലുലു മാളിൽ വന്നു. ലുലു മാളിൽ വന്നപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയ സമയത്ത് എൻ്റെ മോതിരം ഊരി വാഷ്റൂമിൻ്റെ അവിടെ വെച്ചിട്ട് എനിക്ക് കൈ നനയുന്ന ഭയങ്കര ഇറിറ്റേഷനാണ്. വളയായാലും മോതിരമായാലും ഇട്ടിട്ട് നനയുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അത് കാരണം ഞാൻ മോതിരം ഊരി വാഷ്റൂമിൻ്റെ സൈഡിൽ വെച്ചു. എന്നിട്ട് വാഷ്റൂമിൽ പോയി ഇറങ്ങി തിരിച്ച് വന്നു. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വാഷ്റൂമിൽ കയറിയത്. അത് കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് വന്നു. പിന്നെയും ജിംറൂട്ടിയുടെ കൂടെ അവിടെ ഓരോ സാധനങ്ങളിലും വണ്ടികളിലെല്ലാം കയറി കളിച്ചു. ഇങ്ങനെ നടന്നു. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആകാറായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ വീട്ടിൽ കയറി വന്നാൽ ഉടനെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കയ്യിൽ എന്തെങ്കിലും വളയുണ്ടെങ്കിലോ മോതിരം ഉണ്ടെങ്കിലോ എല്ലാം ഊരി വെക്കും. അതിൻ്റെ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഇതുണ്ടോ വാവാച്ചൻ ഐസ്ക്രീമിന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ആ കോണിൻ്റെ താഴെ ഭാഗം അങ്ങോട്ട് മുറിച്ച് കൊടുത്തു. അപ്പോൾ താൻ ഇന്ന് കഴിക്കുന്നുണ്ടേ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് എനർജിയൊക്കെ ആയി. ക്ഷീണം കുറച്ച് കുറഞ്ഞു. പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലാണ് കയറേണ്ടത്. കുറച്ച് മാത്രം പലചരക്ക് സാധനങ്ങൾ വാങ്ങാനാണ് കയറിയത്. പരിപ്പ്, പയറ്, മസാലപ്പൊടി, കടല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പലചരക്ക് സാധനങ്ങൾ. ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളിലോട്ട് ഞാൻ നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യാത്ര പോയി വന്നാലുടനെ മോതിരം ഊരി വെക്കും. എനിക്കത് ഭയങ്കര ഇറിറ്റേഷനാണ്. എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഇതെനിക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ വന്ന ഉടനെ ചോറ് തിളപ്പിച്ച് വിട്ടണം, ജിംറൂട്ടിക്ക് ആഹാരം കൊടുക്കണം, ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇത് തന്നെ ഊരി. എവിടെ പോയിട്ട് വന്നാലും ഞാൻ ചെയ്യുന്ന പണി ഇത്. ആദ്യമേ മോതിരം ഊരി വെക്കും. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണത്. അപ്പോൾ ഞാനിങ്ങനെ മോതിരം ഊരാൻ നേരത്തെ കയ്യിൽ മോതിരമില്ലാന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. ഒന്നാമത് പ്രഗ്നൻസിയും കാര്യങ്ങളും അതിൻ്റെ കൂടെ എനിക്കിതുകൂടെ ആയപ്പോൾ ഭയങ്കര നെഞ്ചങ്ങ് വല്ലാതെ അങ്ങ് പിടഞ്ഞു പോയി. ഞാൻ എന്നിട്ട് ചേട്ടനോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, എന്തായാലും അവിടെ ചെന്ന് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, നീ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല, ഇത്രയും ആൾക്കാർ വരുന്നതല്ലേ, എങ്ങനെ കിട്ടാനാ, എത്രയോ പേര് കയറുന്ന വാഷ്റൂമാണ്, അപ്പോൾ അവിടെ നിന്നൊക്കെ എങ്ങനെ കിട്ടാനാന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര വിഷമവും സങ്കടവും. അങ്ങോട്ട് പോകുമ്പോൾ വണ്ടിയിലെല്ലാം ഇരുന്ന് ഞാൻ ഒച്ചത്തിൽ കിടന്ന് പ്രാർത്ഥനയാണ്. അപ്പോൾ ചേട്ടൻ എന്നോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്, കിട്ടത്തില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. എങ്ങനെ കിട്ടാനാണ് അത് ആദ്യമേ മനസ്സിലാക്കാൻ പറഞ്ഞു. പക്ഷേ ഞാനാണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനയും
ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് മെട്രോയ്ക്കാണ് പോയത്. ഈ ട്രാഫിക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടി. അപ്പോഴാണ് അടുത്ത അബദ്ധം. ഈ ടെൻഷൻ്റെ ഇടയിൽ ചേട്ടനാണെങ്കിൽ വണ്ടി ലോക്കാക്കാൻ മറന്നുപോയി. അങ്ങനെയാണ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വണ്ടി ഇട്ടിട്ട് ലുലുമാളിലോട്ട് പോകുന്നത്. പിന്നെ ലുലുമാളിൽ ചെന്ന് ഞാൻ ആദ്യം തന്നെ മുകളിലോട്ട് ഓടി. ഏറ്റവും മുകളിലത്തെ വാഷ്റൂമിലാണ് കയറിയത്. ഓടുമായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചെന്ന് നോക്കിയിട്ട് ആ വാഷ്റൂമിനകത്തില്ല കേട്ടോ. അന്നേരപ്പോഴത്തേക്കും എനിക്ക് കണ്ണുനീരൊക്കെ വന്നു തുടങ്ങി. ബാത്റൂമിൻ്റെ അവിടെ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി. ഒരു ചേച്ചി അവിടെ ക്ലീൻ ചെയ്യുന്നൊരു ചേച്ചി ചോദിച്ചു എന്ത് പറ്റിയെന്ന്, എന്തോ നമ്മൾ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ മോതിരം വെച്ചിട്ട് പോയി. എപ്പോഴായിരുന്നു? 4 മണിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി തന്നെ പറഞ്ഞു, മോൾ ഇത്രയും സമയമായില്ലേ, ആർക്കെങ്കിലും കിട്ടിയാൽ തരുമോ? സ്റ്റാഫൊക്കെ ആണെങ്കിൽ തരും, പക്ഷേ കസ്റ്റമേഴ്സ് ആർക്കെങ്കിലും പല ആൾക്കാരല്ലേ വരുന്നു പോകുന്നത്, അപ്പം അങ്ങനെയൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞു. എന്തായാലും ഒരു കംപ്ലയിൻറ്റ് എഴുതി താഴെ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. താഴെ സെക്യൂരിറ്റി, അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് മുകളിൽ. അങ്ങനെ എന്നെയും കൂട്ടി ഹൗസ് കീപ്പിങ്ങിൻ്റെ ഹെഡ് ചേച്ചി താഴെ സെക്യൂരിറ്റിയുടെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചോദിച്ചിട്ട് അവിടെ കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ നമ്മുടെ മെയിൻ സെക്യൂരിറ്റി ഓഫീസുണ്ട്, അവിടെ പോയപ്പോൾ അവരെന്നോട് മോതിരത്തിൻ്റെ അടയാളമൊക്കെ ചോദിച്ചു. അടയാളങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണ മോതിരമാണ്, ഹസ്ബൻഡിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, എത്ര പവനുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് 1 ആയിരിക്കും എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, അത് എത്ര അറിയത്തില്ല. അപ്പം സെക്യൂരിറ്റി ഓഫീസേഴ്സ് പറഞ്ഞു ഞങ്ങൾ കംപ്ലയിൻറ്റ് എഴുതിയിട്ടേക്കാം എന്ന് പറഞ്ഞ് കിട്ടുവാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ കരച്ചിൽ കൂടി വന്നു. അവർ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട. എൻ്റെ കരച്ചിൽ കണ്ടപ്പോഴേക്കും അവർ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ഇവിടെ ഒന്നും കിട്ടിയിട്ടുണ്ട്, അതാണോ ഹസ്ബൻഡിനെ വിളിക്കാൻ പറഞ്ഞു. നമ്പർ തരാൻ പറഞ്ഞിട്ട് എനിക്ക് ഹസ്ബൻഡിൻ്റെ നമ്പർ ഒന്നും ഓർമ്മയില്ല എൻ്റെ മനസ്സിൽ. പിന്നെ സെക്യൂരിറ്റിയോടൊപ്പം തന്നെ മുകളിൽ പോയി അവരെയും കൂട്ടി താഴെ വന്ന് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ ജിംറൂട്ടി ക്ഷീണിച്ച് നിലത്തിരുന്നേ. ഇത്രയും നടന്ന് ഉപ്പാട് വന്നിട്ടുണ്ട് കേട്ടോ. വലിയ ട്രോളി എടുക്കാൻ ഞാൻ പറഞ്ഞതാണ്, ജിംറൂട്ടിക്ക് അതേ കയറി ഇരിക്കായിരുന്നു. അങ്ങനെ നമ്പറും അഡ്രസ്സും എല്ലാം കൊടുത്തു. നമ്മളിപ്പോൾ എത്ര തൂക്കം പറഞ്ഞാലും അവർ കറക്റ്റ് വെയിറ്റ് അളന്ന് നോക്കിയിട്ടേ തരത്തുള്ളേ. മോതിരം എടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇച്ചിരി ആശ്വാസമായത്. നമ്മുടെ സ്റ്റാഫിനാ കിട്ടിയെന്ന് അവർ പറഞ്ഞു. സത്യസന്ധരായ സ്റ്റാഫുകളുള്ളതാണല്ലോ ഓരോ സ്ഥാപനത്തിൻ്റെ വിജയം അല്ലേ. ആദ്യം നന്ദി പറയേണ്ടത് ദൈവത്തോട് തന്നെയാണ്. സ്റ്റാഫിൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരോടും താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതാണ് ആ കഥ. ഈ സൂപ്പർ മാർക്കറ്റിലേ നമ്മൾ പലചരക്ക് സാധനം മാത്രം തേടി പോരുന്നതാണ്. ഇനിയിപ്പം കൂടുതലായിട്ട് ഒന്നും നോക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പതിയെ എല്ലാം നോക്കിയേ പോകത്തുള്ളൂ കേട്ടോ. അത് എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഓരോ സാധനം പതിയെ നോക്കിയേ പോകത്തുള്ളൂ. അങ്ങനെ നമ്മുടെ സമയം പോകും. പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളും ക്ഷീണിക്കും, പിള്ളേരും ക്ഷീണിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും വന്നപ്പോൾ ഞങ്ങൾ ഓർത്തതാണ് ഈ അരി സാധനങ്ങൾ ഒന്നും മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് വരുവേ വേണ്ട, ലുലുമാളിലെ സൂപ്പർ മാർക്കറ്റിലോട്ട് വരുവേ വേണ്ടെന്ന് ചിന്തിച്ചതാണ്. അന്നും ഇതുപോലെ ഇങ്ങനെ ഓരോ നോക്കി സമയം പോയി. പിള്ളേരും ക്ഷീണിച്ചു, ഞങ്ങളും ക്ഷീണിച്ചു. ശരിക്കും പറഞ്ഞാൽ പലചരക്ക് സാധനം മേടിക്കാൻ അവനവൻ്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റിലോ കടകളിലൊക്കെയാണ് നല്ലത്. ലുലുമാളി വന്ന് ഒരിക്കലും ഇങ്ങനെ പിള്ളേരുമായിട്ട് കയറേണ്ട ആവശ്യമേ ഇല്ലയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരുടെ എൻജോയ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ പോകുക. അപ്പോൾ ആർക്കും ക്ഷീണമില്ലാതെ പോകാം. നമ്മുടെ ഉദ്ദേശം പിള്ളേരെ കളിപ്പിക്കാൻ ഒന്ന് ഹാപ്പിയാക്കുക എന്നുള്ളതാണല്ലോ. അതിൻ്റെ ഇടയിൽ പർച്ചേസിങ് കൂടെ വലിയ പാടായിരിക്കും, പ്രത്യേകിച്ച് പലചരക്ക് സാധനങ്ങൾ. ഇത്രയും വലിയ സൂപ്പർ മാർക്കറ്റല്ലേ, അപ്പോൾ സമയം പോകും. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ.